ഹമാസിനെ മുച്ചൂടും മുടിക്കുമെന്നും ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ഉറപ്പ് ഇടക്കാലത്ത് തങ്ങളുടെ തന്നെ ചില പാർട്ടികൾക്ക്, ചില ഘടകകക്ഷികൾക്ക് നൽകിയ ഉറപ്പായിരുന്നു. അത് പാലിക്കപ്പെടാത്തതിലുള്ള അസ്വാരസ്യങ്ങൾ ഒരുപക്ഷെ ഉയർന്നു കേൾക്കാം. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി കൊടുത്തതായിരുന്നു. 3 ഘട്ടമായി ഈ കരാറിൽ 42 ദിവസമായി 33 ബന്ദികളെ ആദ്യം ഹമാസ് വിട്ടയക്കും. അതിനു പകരമായി 1904 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ആദ്യം വിട്ടയക്കുന്നത്. ആദ്യ ദിവസം 3 സ്ത്രീ ബന്ദികളെ ആയിരിക്കും ഹമാസ് മോചിപ്പിക്കുന്നത്. 7-ാം ദിവസം 4 പേരെയും തുടർന്നുള്ള 5 ആഴ്ചകളിലായി 26 പേരെ കൂടിയും വിട്ടയക്കും. ഗാസയിലുള്ള ഇസ്രയേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പലസ്തീൻകാർ ഇതിനു മുൻപ് അവിടെ നിന്നും വിട്ടുപോയവർ, പല മേഖലയിലേക്ക് കുടിയേറപ്പെട്ടവർ, പലായനം ചെയ്തവർ, അവർക്കൊക്കെ തന്നെ തിരിച്ചു പോകാൻ, തങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഒരു സാഹചര്യം ഇതിലൂടെ ഒരുങ്ങി വരും. 1-ാം ഘട്ടത്തിൽ 16 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് വെടിനിർത്തലിന്റെ 2-ാം ഘട്ട ചർച്ച എന്തൊക്കെ വേണമെന്നുള്ള കാര്യം കൃത്യമായ ചർച്ചകളിലൂടെ തീരുമാനിച്ചെടുക്കും. ഈ 16 ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അതിഭീകര യുദ്ധമായിരിക്കും. കാരണം ഇസ്രായേലിന്റെ ഭീഷണി അനുസരിച്ച് വീണ്ടും ആക്രമണം കടുപ്പിക്കുമെന്നും തന്നെയാണ് ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഹമാസാണ് ഇതിൽ അവസാനമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. കാരണം യുദ്ധം തന്നെ വേണമെങ്കിലും ഹമാസ് തീരുമാനിക്കുക, സമാധാനം പുലരണമെങ്കിലും അത് ഹമാസ് തന്നെ തീരുമാനിക്കുക. ഗാസയിൽ പ്രവേശിക്കാൻ വേണ്ടി സഹായ വിതരണത്തിനുള്ള 100 കണക്കിന് ട്രക്കുകൾ ഇതിനോടകം തന്നെ റഫ ഇടനാഴിയിൽ ക്യൂ നിൽക്കുകയാണ്. ഈജിപ്റ്റ് അതിർത്തിയിലാണ് ഇവരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നത്. ഈ കരാർ മെയിൽ അവതരിപ്പിച്ചുവെങ്കിൽ പോലും എന്തുകൊണ്ട് അന്ന് ഇത് അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യം ഏവരും ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഫാക്ടർ തന്നെയാണ്. കാരണം ട്രംപ് നൽകിയിരിക്കുന്ന കടുത്ത താക്കീത്, കടുത്ത മുന്നറിയിപ്പ്, അത് ഭയന്ന് തന്നെയാണ് ഹമാസ് ഈ ഒരു നീക്കത്തിന് തയ്യാറായിരിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഇസ്രായേൽ അതിർത്തികൾ ഇനി ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകാത്ത വിധത്തിൽ വേലി കെട്ടി അടച്ച് സുരക്ഷിതമാക്കും എന്നായിരുന്നു നെതന്യാഹു പ്രഖ്യാപിച്ചത്. യുദ്ധം നീട്ടി മുന്നോട്ട് കൊണ്ടുപോയി ഭരണത്തിൽ തുടരാനുള്ള ഒരു തന്ത്രം തന്നെയാണ് നെതന്യാഹു ഇവിടെ നടത്തിയത് എന്നുള്ള വിമർശനങ്ങളും ഒരു കോണിൽ കേട്ടിരുന്നു. എന്തായിരുന്നാലും ഏറ്റവും ഒടുവിൽ ഇത് സാധ്യമായിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ്. കാരണം ജനുവരി 20-ന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഭീഷണി ട്രംപ് നൽകിയിരിക്കുന്നു. അത് വളരെ നന്നായി തന്നെ അറിയാവുന്നത് ഇസ്രയേലിനും അതുപോലെ തന്നെ ഹമാസിനും തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വാശി, ഈ വൈരാഗ്യം അതിനു മുന്നിൽ മുട്ടുമടക്കാതെ പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ട്രംപുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ഉറപ്പായും നെതന്യാഹു എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. കാരണം ഇറാൻ മുഖ്യ ശത്രുവാണ്, പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും. അവരെ നേരിട്ട് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം നല്ല ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോയി മധ്യപൂർവേഷ്യയിൽ നല്ല രീതിയിലുള്ള ഒരു മേൽക്കൈ കെട്ടിപ്പടുക്കാനും വെസ്റ്റ് ബാങ്കിലെ ജൂത സെറ്റിൽമെൻറ്റുകൾക്കുള്ള പിന്തുണ കിട്ടാനും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെയുള്ള എല്ലാത്തരം നീക്കങ്ങൾക്കും ട്രംപിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും വീഴ്ചയും സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയും ഒക്കെ തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിനുള്ള കാരണമായി, പ്രചോദനമായി ഹമാസിനെ മുന്നോട്ട് നയിച്ചു. കാരണം അടുത്തത് തങ്ങളുടെ സമയം എണ്ണിത്തീരാൻ ഒട്ടും തന്നെ സമയമില്ല. വളരെ വേഗത്തിൽ തന്നെ ഇത് ഒപ്പുവെച്ച് സമാധാനപരമായി മുന്നോട്ട് പോയില്ലെങ്കിൽ മരണം തന്നെ ആയിരിക്കും സുനിശ്ചിതമെന്ന കാര്യത്തിലേക്ക് അവർ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കാനായി സാധിക്കുന്നത്. എന്താകും എന്നുള്ള ആകാംക്ഷയിലാണ്. ഈ സൂപ്പർ ക്ലൈമാക്സിലേക്ക് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്.